നന്ദിനി 2-ന്റെ എപ്പിസോഡ് 8-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ ഇൻഡസ്ട്രിയലിസ്റ്റായ രാജേശ്വരി ലേലം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ഇറങ്ങുമ്പോൾ അവിടെ മഠത്തിൽ നിന്നൊരാൾ രാജേശ്വരിയെ കാണാൻ വന്നിരിക്കുകയാണ്. രാജേശ്വരി അവരുടെ മഠത്തിൽ കുറച്ച് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് രാജേശ്വരിയോട് താങ്ക്സ് പറയാനാണ് അയാൾ വന്നത്. അതറിയുന്ന രാജേശ്വരി അയാളോട് രാജേശ്വരിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അയാൾ വിരാട്ടിന്റെ അച്ഛൻ്റെ ഫ്രണ്ട് കൂടി ആയിരുന്നു. വീട്ടിൽ വന്ന ഫ്രണ്ടിനോട് രാജേശ്വരി ഇങ്ങനെയെല്ലാം പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് രാജേശ്വരിയുടെ ഹസ്ബൻഡ്. ഈ സമയം ഫോൺ റിങ് കേൾക്കുന്ന വിരാട്ട് അവിടെ നിന്നും പോകുന്നു. ജനനിയാണ് വിരാട്ടിനെ വിളിച്ചത്. മുമ്പ് ജനനിക്ക് വിരാട്ട് കൊടുത്ത ഡൊണേഷന്റെ ടാക്സ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന കാര്യം പറയാനാണ് ജനനി വിളിച്ചത്. അതറിയുന്ന വിരാട്ട് ജനനിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് വിരാട്ട് രാജേശ്വരിയോട് ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നും അത് കഴിഞ്ഞിട്ട് ലേലം നടക്കുന്ന സ്ഥലത്ത് വരാമെന്നും പറയുകയാണ്. ശരി എന്ന് വിരാട്ടിനോട് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്ന് പോകുന്നു. രാജേശ്വരി പോകുന്നത് കാണുന്ന വിരാട്ട് ഡ്രസ്സ് മാറ്റി വരികയാണ്. വിരാട്ടിന്റെ വേഷം കണ്ട് അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് വിരാട്ടിന്റെ അച്ഛൻ. വിരാട്ടിന്റെ മാറ്റം കണ്ട് അച്ഛന് ഡൗട്ട് തോന്നുകയാണ്. അച്ഛൻ ആ കാര്യം വിരാട്ടിനോട് പറയുകയാണ്. ഈ സമയം ജനനി അവിടെ വരുന്നു. ജനനിയെ വിരാട്ട് പോയി വിളിച്ചുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. ജനനിയെ കാണുന്ന വിരാട്ടിന്റെ അച്ഛൻ അറിയാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ജനനിയെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുകയാണ്. അച്ഛന്റെ പെരുമാറ്റം കണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് വിരാട്ട്. വിരാട്ടിന്റെ അച്ഛൻ ജനനിയെ മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ വെച്ചാണെന്ന് ഓർമ്മിച്ച് ജനനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിരാട്ടിന്റെ അച്ഛൻ. ശേഷം വിരാട്ട് ജനനിയെ അച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ജനനിയും വിരാട്ടും തമ്മിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ വിരാട്ടിന്റെ അച്ഛൻ ജനനിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ജനനി ടാക്സിന്റെ പേപ്പർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് രാജേശ്വരി പോകുന്ന കാറ് ഒരു സ്ട്രീറ്റിന്റെ അടുത്ത് വരുമ്പോൾ ഒരു സ്ത്രീയെ ഇടിക്കുകയും അവിടെയുള്ള ആളുകൾ കാറിന് ചുറ്റും കൂടുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുകയാണ്. ഈ കാര്യം രാജേശ്വരിയുടെ PA വിരാട്ടിനെ വിളിച്ച് അറിയിക്കുന്നു. PA വിരാട്ടിനോട് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ എന്നും രാജേശ്വരി മാഡത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട വീടാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്. ആ വീട് ലേലത്തിൽ കിട്ടണമെങ്കിൽ സമയത്തിന് അവിടെ എത്തണം. രാജേശ്വരി മാഡത്തിന് ഈ പ്രശ്നത്തിന്റെ ഇടയിൽ നിന്നും പെട്ടെന്ന് വരാൻ കഴിയില്ല. അതുകൊണ്ട് വിരാട്ടിനോട് ആ ലേലം അറ്റൻഡ് ചെയ്യാൻ പറയുകയാണ്. അത് കേൾക്കുന്ന വിരാട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴി വിരാട്ട് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോവുകയാണ്. മറുവശത്ത് പോലീസ് വന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെങ്കിലും അവിടെയുള്ള ആളുകൾ രാജേശ്വരി സോറി പറഞ്ഞാൽ മാത്രമേ രാജേശ്വരി അവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ്. ആ സമയം ആ വഴി വരുന്ന നീലി അവിടെ ഇറങ്ങുകയും നീലിയെ കാണുന്ന ആളുകൾ നീലി അശോക് കുമാറിന്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നീലിയെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. രാജേശ്വരിയുടെ അടുത്ത് പോകുന്ന നീലി രാജേശ്വരിയോട് കാര്യം ചോദിക്കുകയും അവിടെയുള്ള ആളുകളോട് നീലി സംസാരിക്കുകയും ചെയ്യുകയാണ്. നീലി അവരുടെ ഇഷ്ടപ്പെട്ട സിനിമ സ്റ്റാറിന്റെ മകളായതുകൊണ്ട് അവർ നീലിയുടെ വാക്കുകൾ കേൾക്കുകയാണ്. ശേഷം നീലി രാജേശ്വരിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. രാജേശ്വരിക്ക് നേരിടേണ്ടി വന്ന നാണക്കേടിനെ കുറിച്ചും അവർ രാജേശ്വരിയെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചതിനെ കുറിച്ചും ആലോചിച്ച് ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ നീലി രാജേശ്വരിയെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതെല്ലാം PA ശ്രദ്ധിക്കുന്നുണ്ട്. രാജേശ്വരിയുടെ കമ്പനിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നത് നീലിയുടെ ഡാഡിയായ അശോക് കുമാർ ആണ്. ശേഷം അവർ ലേലം നടക്കുന്ന സ്ഥലത്ത് വരുന്നു. അവിടെ വരുമ്പോഴാണ് രാജേശ്വരി അറിയുന്നത് അവർക്കാണ് ലേലത്തിൽ വീട് കിട്ടിയതെന്നും സമയത്തിന് തന്നെ വിരാട്ട് അവിടെ വന്നു എന്നും അറിയുകയാണ്. ആ സമയം വിരാട്ട് അവിടെ വരുന്നു. രാജേശ്വരി വിരാട്ടിനോട് എങ്ങനെയാണ് അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ വിരാട്ട് PA വിളിച്ച് പറഞ്ഞതും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതും ഒരാൾ ഹെൽപ്പ് ചെയ്തു എന്നും അയാളാണ് എന്നെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചതെന്നും പറഞ്ഞിട്ട് വിരാട്ട് ജനനിയെ വിളിക്കുകയാണ്. ജനനി അവിടെ കണ്ട ദേഷ്യത്തിൽ നിൽക്കുകയാണ് നീലി. എന്നിട്ട് രാജേശ്വരിക്ക് വിരാട്ട് ജനനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശേഷം കുറച്ചു മണിക്കൂർ മുമ്പ് നടന്നത് കാണിക്കുകയാണ്. ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്ന വിരാട്ട് ജനനിയെ കാണുകയും ജനനിയോട് ഹെൽപ്പ് ചോദിക്കുകയും വളരെ സ്ലോയിൽ സ്കൂട്ടി ഓടിക്കുന്ന ജനനിയോട് അത്യാവശ്യമായിട്ട് സമയത്തിന് തന്നെ എത്തേണ്ടതുണ്ട്, സ്പീഡിൽ പോകണമെന്നൊക്കെ ജനനിയോട് പറയുമ്പോൾ ജനനി സ്പീഡിൽ സ്കൂട്ടി ഓടിക്കുകയാണ്. അപ്പോൾ വിരാട്ട് ജനനിയുടെ ഷോൾഡറിൽ കൈവയ്ക്കുകയാണ്. ആ സമയം ജനനിയുടെ സ്കിന്ന് നാഗത്തിൻ്റെതുപോലെ
അപ്രത്യക്ഷമാവുകയും ദേവനാഗം അവരുടെ സ്കൂട്ടിയുടെ പുറകെ വരികയും ആ ദേവനാഗം ജനനിയുടെ സ്കൂട്ടിയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണ്. അവസാനം ജനനി സമയത്തിന് തന്നെ വിരാട്ടിനെ ലേലം നടക്കുന്ന സ്ഥലത്ത് എത്തിക്കുന്നു. ജനനി കാരണമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ് വിരാട്ട് ജനനിയുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് താങ്ക്സ് പറയുകയാണ്. അത് കാണുന്ന ജനനി എല്ലാവരെയും നോക്കിയിട്ട് മടിച്ച് വിരാട്ടിന്റെ കയ്യിൽ കൈ വയ്ക്കുകയാണ്. അത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജേശ്വരിയും നീലിയും. രാജേശ്വരി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിരാട്ടിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. നീലി ജനനിയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ വിരാട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ വിരാട്ടിന്റെ മുന്നിൽ രാജേശ്വരി വരുന്നു. രാജേശ്വരി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിരാട്ടിന്റെ കയ്യിൽ ഒരു കവർ കൊടുക്കുകയാണ്. അത് കാണുന്ന വിരാട്ട് ആ കവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ വിരാട്ടിന്റെ അച്ഛനും വരികയാണ്. ആ കവറിന്റെ അകത്ത് മുഴുവൻ പെൺകുട്ടികളുടെ ഫോട്ടോ ആയിരുന്നു. അത് കാണുന്ന വിരാട്ടിന് കാര്യം മനസ്സിലാവുകയാണ്. രാജേശ്വരി വിരാട്ടിനോട് ഈ പെൺകുട്ടികളെല്ലാം നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവരാണെന്നും ഇതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിരാട്ട് സെലക്ട് ചെയ്യണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന വിരാട്ട് ആ ഫോട്ടോയിലുള്ള പെൺകുട്ടികളെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നും ഇവർക്കൊന്നും ഒരു ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് കഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും സ്റ്റാറ്റസ് നോക്കുന്നതിന് പകരം നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നോക്കിയാൽ പോരെ എന്നും ചോദിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന രാജേശ്വരി വിരാട്ടിന്റെ അച്ഛനാണ് വിരാട്ടിന്റെ സ്വഭാവം ഇങ്ങനെ ആക്കിയതെന്ന് പറയുകയാണ്. വിരാട്ടിനെ ആലോചിക്കാൻ കുറച്ചുകൂടി സമയം കൊടുക്കാൻ പറയുകയാണ് വിരാട്ടിന്റെ അച്ഛൻ. അത് കേൾക്കുന്ന രാജേശ്വരി ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരിക്കണം, എന്നാൽ ഞാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്നും പോകുന്നു. വിരാട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുന്ന അച്ഛൻ വിരാട്ടിനോട് നീ നിന്റെ മനസ്സിലുള്ള കാര്യം രാജേശ്വരിയോട് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ സമയം ഇതല്ല അച്ഛാ, സമയമാകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം അമ്മയോട് പറയുമെന്ന് പറയുകയാണ് വിരാട്ട്. അടുത്ത സീനിൽ രാജേശ്വരി വിരാട്ടിന്റെ ബർത്ത്ഡേ ഗ്രാൻഡായി ആഘോഷിക്കുന്ന കാര്യം പിയയോട് പറയുകയാണ്. ബർത്ത്ഡേക്ക് രാജേശ്വരിയുടെ സ്റ്റാറ്റസിന് ചേർന്നവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വരുന്നവരെല്ലാം രാജേശ്വരിയുടെ മകന്റെ ബർത്ത്ഡേ വലിയൊരു ചർച്ചയാക്കണം. പാർട്ടിയിലെ ഫുഡും ഡെക്കറേഷൻസും എല്ലാം വലിയ രീതിയിൽ തന്നെ വേണമെന്ന് പിയയോട് പറയുകയാണ് രാജേശ്വരി. ആ സമയം അവിടെ നീലി വരുന്നു. നീലി വിരാട്ടിനെ കണ്ട് വിഷ് ചെയ്യാൻ വന്നതാണ്. രാജേശ്വരി നീലിക്ക് വിരാട്ടിന്റെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. ശേഷം വിരാട്ടിന്റെ റൂമിൽ പോകുന്ന നീലി ബെഡിൽ വിരാട്ട് കിടക്കുന്നു എന്ന് വിചാരിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. ഒരു റിപ്ലൈയും കിട്ടാത്തതിൽ ഡൗട്ട് തോന്നുന്ന നീലി ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ ബെഡിൽ പില്ലോ കിടക്കുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന നീലി അവിടെ മുഴുവൻ വിരാട്ടിനെ നോക്കുകയാണ്. തുടർന്ന് ഈ കാര്യം നീലി രാജേശ്വരിയെ അറിയിക്കുന്നു. വിരാട്ട് ഈ രാവിലെ തന്നെ എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന വിരാട്ടിന്റെ അച്ഛൻ ബർത്ത്ഡേ ആയതുകൊണ്ട് വിരാട്ട് ക്ഷേത്രത്തിൽ പോയതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രാജേശ്വരി വിരാട്ട് എവിടെ പോകുമെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് രാജേശ്വരി. പിയെ വിരാട്ടിനെ ഫോണിൽ വിളിച്ച് നോക്കുമെങ്കിലും വിരാട്ട് കാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. രാജേശ്വരിയും വിരാട്ടിനെ ഫോണിൽ വിളിച്ച് നോക്കുകയാണ്. രാജേശ്വരിയുടെ കാളും വിരാട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് അറിയുന്ന രാജേശ്വരി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രാജേശ്വരിയുടെ ഉയർച്ചയിൽ ഇഷ്ടമില്ലാത്ത ഒത്തിരി ശത്രുക്കൾ രാജേശ്വരിക്ക് ഉണ്ട്. ഇപ്പോൾ ലേലത്തിൽ വാങ്ങിയ പെന്റ് ഹൗസ് വാങ്ങുന്ന കാര്യത്തിലും എനിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ശത്രുക്കൾ കാരണം വിരാട്ടിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് രാജേശ്വരി. മറുവശത്ത് ജനനിയെ കാത്ത് ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് വിരാട്ട്. കുറച്ചു കഴിയുമ്പോൾ ജനനി അവിടെ വരുന്നു. ശേഷം ജനനിയുടെ കൂടെ വിരാട്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുന്നു. ഈ സമയം വിരാട്ടിനെ അന്വേഷിച്ച് പിയെ വരികയാണ്. അടുത്ത സീനിൽ പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ജനനിയുടെയും വിരാട്ടിന്റെയും അടുത്ത് പിയെ കാറുമായി വരികയാണ്. പിയെ കാണുന്ന വിരാട്ട് ജനനിയോട് ബർത്ത്ഡേയുടെ കാര്യം പറയുകയാണ്. അത് കേൾക്കുന്ന ജനനി അടുത്തുള്ള കടയിൽ നിന്ന് ഒരു വള വാങ്ങി വിരാട്ടിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിരാട്ട്. ശേഷം വിരാട്ട് അവിടെ നിന്ന് പോകുന്നു. വീട്ടിൽ വരുന്ന വിരാട്ടിനോട് പിയെ മാഡം ദേഷ്യത്തിലാണെന്നും മാഡം അറിയാതെ റൂമിലേക്ക് പോകാനും പറയുകയാണ്. അതനുസരിച്ച് വിരാട്ട് പോകുമ്പോൾ രാജേശ്വരി വിരാട്ടിനെ കാണുകയാണ്. രാജേശ്വരി വിരാട്ടിനോട് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വിരാട്ട് കാര്യങ്ങൾ പറയുകയാണ്. അത് കേൾക്കുന്ന രാജേശ്വരി പൂജാരിയുടെ അടുത്തേക്ക് വിരാട്ടിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. പൂജാരി വിരാട്ടിനെയും നീലിയെയും കണ്ടാൽ നല്ല ജോഡികളാണെന്ന് ഇവർ വിവാഹം കഴിച്ചവരാണെന്ന് പറയുമെന്നും ഇവർ രണ്ടുപേരും ഒരുമിച്ചാൽ ഇവരുടെ ജീവിതം ഹാപ്പി ആയിരിക്കുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രാജേശ്വരി നീലിയെ നോക്കുകയാണ്. വിരാട്ട് പൂജാരിയോട് നീലി എൻ്റെ വൈഫ് അല്ല, നീലി എൻ്റെ ആരുമല്ല എന്നും ഫാമിലി ഫ്രണ്ട് മാത്രമാണെന്നും പറയുകയാണ്. ഈ സമയം നീലി പൂജാരിയുടെ അക്കൗണ്ടിലേക്ക്
ക്യാഷ് അയച്ച മെസ്സേജ് പൂജാരിയുടെ ഫോണിൽ കേൾക്കുകയാണ്. ഇതിനർത്ഥം പൂജാരിയെ കൊണ്ട് ഇതെല്ലാം പറയിച്ചത് നീലിയുടെ പ്ലാൻ ആയിരുന്നു. ശേഷം നീലി വിരാട്ടിന് ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായി ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ വിരാട്ടിന്റെ കയ്യിൽ ഒരു വള കിടക്കുന്നത് കാണുന്ന നീലി ആ വള ഊരി മാറ്റാൻ ശ്രമിക്കുകയാണ്. ജനനി ഇട്ടുകൊടുത്ത വള ആയതുകൊണ്ട് ആ വള ഊരില്ല എന്ന് പറഞ്ഞ് വിരാട്ട് വാശി പിടിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന നീലി ബലം പ്രയോഗിച്ച് വിരാട്ടിന്റെ കയ്യിൽ നിന്ന് വള ഊരാൻ ശ്രമിക്കുമ്പോൾ ദേഷ്യം വരുന്ന വിരാട്ട് നീലിയുടെ കൈ തട്ടി മാറ്റുകയാണ്. അപ്പോൾ നീലിയുടെ കയ്യിലിരിക്കുന്ന നീലി വിരാട്ടിന് വേണ്ടി കൊണ്ടുവന്ന ബ്രേസ്ലെറ്റ് തെറിച്ച് ദൂരെ പോയി വീഴുകയാണ്. അത് കണ്ട് ദേഷ്യവും വിഷമവും തോന്നുന്ന നീലി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ തന്നെ ഇൻസൾട്ട് ചെയ്തവരുടെ വീട്ടിലെ പാർട്ടിക്ക് പോവില്ല എന്ന് പറഞ്ഞ് നീലി വാശി പിടിച്ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന നീലിയുടെ അമ്മ നീലിയുടെ ഡാഡിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. നീലിയുടെ അമ്മ നീലിയുടെ ഡാഡി ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ നീലിയോട് പറഞ്ഞ് നീലിയുടെ ദേഷ്യം മാറ്റാൻ നോക്കുകയാണ്. മറുവശത്ത് വിരാട്ടും പിയെ കൂടി ജനനിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ജനനി വളരെ സന്തോഷത്തോടു കൂടി അവരെ അകത്തേക്ക് കയറ്റുകയാണ്. ശേഷം എല്ലാവരെയും പരിചയപ്പെടുന്നു. വിരാട്ട് ആരാണെന്ന് അവരോട് പറയുകയാണ്. എന്നിട്ട് വിരാട്ട് ബർത്ത്ഡേ പാർട്ടിയിലേക്ക് വരാൻ അവരെ ക്ഷണിക്കുകയാണ്. ഇതിനിടയിൽ ജനനി അവർക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കുകയാണ്. പോകാൻ നേരത്തും എല്ലാവരോടും മറക്കാതെ പാർട്ടിയിൽ വരണമെന്ന് പറഞ്ഞിട്ടാണ് വിരാട്ട് അവിടെ നിന്ന് പോകുന്നത്. ശേഷം എല്ലാവരും പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മറുവശത്ത് നീലി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വരികയാണ്. നീലിയുടെ അടുത്ത് പോകുന്ന വിരാട്ട് രാവിലെ നടന്ന സംഭവത്തിന് നീലിയോട് സോറി പറയുകയാണ്. അത് കേൾക്കുന്ന നീലി വിരാട്ടിനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് നീലി രാവിലെ കൊണ്ടുവന്ന ഗിഫ്റ്റായ ബ്രേസ്ലെറ്റ് കയ്യിലിട്ട് കൊടുക്കുകയാണ്. നീലിയുടെ ഡാഡിയെ കുറിച്ച് രാജേശ്വരി ചോദിക്കുമ്പോൾ ഷൂട്ടിങ്ങിൽ ബിസി ആയതുകൊണ്ടാണ് ഡാഡി വരാത്തതെന്ന് പറയുകയാണ് നീലി. ശേഷം അവിടേക്ക് ജനനിയും ദേവസേനയും ഫാമിലിയും വരികയാണ്. അവരെ കാണുന്ന വിരാട്ട് രാജേശ്വരിക്ക് അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും അകത്തേക്ക് പോകുന്നു. വിരാട്ട് ജനനിയുടെ അടുത്ത് നിന്ന് മാറാതെ ജനനിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ പിയോട് പറഞ്ഞ് ജനനിയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ശർബയും മറ്റു നാഗങ്ങളും വരികയാണ്. അവർ വിരാട്ടിന്റെ അടുത്ത് പോയി വിരാട്ടിനോട് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ശേഷം രാജേശ്വരിയുടെ ശ്രദ്ധ മാറുന്ന സമയം നോക്കി വിരാട്ട് ഓടി ജനനിയുടെ അടുത്ത് പോകും. രാജേശ്വരിയുടെയും വിരാട്ടിന്റെയും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ് പിയെ എത്ര പറഞ്ഞിട്ട് കേൾക്കാതെയാണ് വിരാട്ട് ജനനിയുടെ അടുത്ത് പോകുന്നത്. അവിടെ വെച്ച് ദേവസേനയുടെ ഫ്രണ്ടിനെ കാണുന്ന ദേവസേന ഫ്രണ്ടിന്റെ കൂടെ പോകുന്നു. പ്രണവ് ഐസ്ക്രീം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ശേഷം വിരാട്ടും ജനനിയും സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജനനിയെ കാണുന്ന ശർബ ജനനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം ദേവസേന ഫ്രണ്ടായ ശാലിനിയോട് സംസാരിച്ച് മാറി നിൽക്കുകയാണ്. ദേവസേനയുടെ ഫ്രണ്ടായ ശാലിനി തന്ത്രമന്ത്രങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്. തുടർന്ന് വിരാട്ടിന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ഫുഡുമായി നീലി വിരാട്ടിന്റെ അടുത്ത് പോകുമ്പോൾ വിരാട്ട് ആ ഫുഡ് അവിടെ നിൽക്കുന്നവർക്ക് എല്ലാം കൊടുക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന നീലി അവിടെ നിന്ന് പോകുന്നു. ദേഷ്യത്തോടെ നിൽക്കുന്ന നീലിയെ കാണുന്ന നീലിയുടെ ഫ്രണ്ട് നീലിയോട് വിരാട്ടിന് ജനനിയോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു എന്നും ജനനിക്ക് ഒരു പണി കൊടുത്തില്ല എങ്കിൽ നിനക്ക് വിരാട്ടിനെ കിട്ടില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നീലി ദേഷ്യത്തോടെ ജനനിയെ നോക്കി നിൽക്കുകയാണ്. മറുവശത്ത് ശർബ ജനനിയുടെ ബ്ലഡ് എടുക്കാനുള്ള പ്ലാൻ റെഡിയാക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കുകയാണ് ശർബ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരാൾ മിന്നലായി പോയി ജനനിയെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തയാൾ നാഗമായി മാറി ജനനിയുടെ മുന്നിൽ പോകുന്നു. ജനനി വലിയ നാഗത്തിനെ കണ്ട് പേടിച്ച് ഓടുകയാണ്. മൂന്നാമത്തെ ആൾ കല്ലായി മാറി ജനനി ഓടിപ്പോകുന്ന വഴിയിൽ കിടക്കുകയാണ്. ജനനി ഓടി കല്ലിൽ തട്ടി വീണ് കാല് മുറിയുമ്പോൾ ജനനിയുടെ ബ്ലഡ് കിട്ടും. ഇതാണ് അവരുടെ പ്ലാൻ. പക്ഷേ പേടിച്ച് ഓടുന്ന ജനനിയുടെ മുന്നിൽ കല്ല് കിടക്കുന്നത് കാണുന്ന ദേവസേന ജനനിയെ വിളിക്കുമ്പോൾ ജനനി അവിടെ നിൽക്കുകയും ജനനി കല്ല് കാണുകയും ചെയ്യുകയാണ്. ദേവസേന ജനനിയോട് പേടിച്ചോടിയതിന്റെ കാര്യം ചോദിക്കുമ്പോൾ ജനനി നാഗത്തിനെ കണ്ട കാര്യം പറയുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നാഗത്തിനെ കാണാത്തത് കാണുന്ന ദേവസേന ജനനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശർബ. അടുത്ത സീനിൽ രാജേശ്വരി വിരാട്ടിന്റെ ബർത്ത്ഡേ അനൗൺസ് ചെയ്യുകയാണ്. എന്നിട്ട് നീലിയെ അവരുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നീലി. വിരാട്ടിന് ആ കാര്യം ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. നീലി കേക്കിലെ ക്യാൻഡിൽ കത്തിച്ച് കേക്ക്
കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തി വീരാട്ടിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ജനനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. വീരാട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു പീസ് കേക്ക് എടുത്ത് നീലിയുടെ മുന്നിലേക്ക് മനഃപൂർവ്വം വീരാട്ട് കേക്ക് കാണിക്കുകയാണ്. നീലിക്കാണ് കേക്ക് തരുന്നതെന്ന് വിചാരിച്ച് നീലി വാ തുറക്കുന്നതും വീരാട്ട് ആ പീസ് കേക്ക് രാജേശ്വരിക്ക് കൊടുക്കുകയാണ്. നീലിയെ വീരാട്ട് പറ്റിച്ചതിൽ നീലി വിഷമിച്ച് നിൽക്കുകയാണ്. ശേഷം വീരാട്ട് അച്ഛന് കേക്ക് കൊടുക്കുന്നു. തുടർന്ന് ഒരു പീസ് കേക്ക് കട്ട് ചെയ്ത് നീലിയുടെ കയ്യിൽ കൊടുത്തിട്ട് കഴിച്ചോളാൻ പറയുകയാണ്. കയ്യിൽ ആ കേക്കും വെച്ച് എല്ലാവരെയും നോക്കുകയാണ് നീലിക്ക് ആ ഇൻസൾട്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ വീരാട്ടിന്റെ അച്ഛനെ കാണുന്ന പുരുഷോത്തമൻ വീരാട്ടിന്റെ അച്ഛനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നും നമ്മൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന അയാൾ പുരുഷോത്തമനെ അറിയില്ല എന്നും ജനനി നിങ്ങളുടെ ആരാണെന്നും ചോദിക്കുകയാണ്. ജനനിയുടെ ഫാമിലിയെ കുറിച്ച് അറിയുന്ന അയാൾ അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്നും മാറി നിൽക്കുന്ന ജനനിയുടെ അടുത്തേക്ക് വീരാട്ട് പോവുകയാണ്. വീരാട്ടിനെ കാണുന്ന ജനനി ഫംഗ്ഷൻ കഴിഞ്ഞല്ലോ, ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വീരാട്ട് ജനനിയുടെ മുന്നിൽ കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു പീസ് കേക്ക് കാണിച്ചിട്ട് ഈ കേക്ക് കഴിക്കാതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വീരാട്ട് കേക്ക് പീസ് ജനനിയുടെ വായിൽ വച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ദൂരെ മാറി നിൽക്കുന്ന നീലിയും ഫ്രണ്ട്സും കാണുന്നുണ്ട്. അത് കാണുന്ന നീലി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. കേക്ക് കഴിക്കുന്ന ജനനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന PA വീരാട്ടിനോട് എൻ്റെ ജോലി പോകും, മാഡത്തിന്റെ അടുത്ത് വീരാട്ട് ഇപ്പോൾ തന്നെ പോകണമെന്ന് കെഞ്ചി പറയുന്നത് കേൾക്കുന്ന വീരാട്ട് ജനനിയുടെ കയ്യിൽ കേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ജനനി കേക്കിൽ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ജനനിയുടെ സന്തോഷം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നീലി. അടുത്ത സീനിൽ ജനനി ഒരു കുട്ടിക്ക് ബലൂൺ ഊതി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കാണുന്ന വീരാട്ട് കുറച്ചു കുട്ടികളെ ജനനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവരും ജനനിയോട് ബലൂൺ ഊതി ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ കുറെ കുട്ടികൾ ചുറ്റും വന്ന് ബലൂൺ ഊതി ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് കാണുന്ന ജനനിക്ക് ഇതെല്ലാം വീരാട്ടിന്റെ പണിയാണെന്ന് മനസ്സിലാവുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നോക്കി നിൽക്കുന്നത് കാണുന്ന നീലി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതിനിടയിൽ വീരാട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ റെഡ് കളർ ലവിന്റെ ബലൂണ് ജനനിക്ക് വേണ്ടി കൊടുത്തു വിടുന്നത് നീലി കാണുകയാണ്. അത് കാണുന്ന നീലി ഫ്രണ്ടിനോട് പറഞ്ഞ് അതുപോലെയുള്ള സെയിം ബലൂണിൽ ഗ്യാസ് നിറച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. ഫ്രണ്ടും നീലി പറഞ്ഞതുപോലെ തന്നെ ചെയ്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് നീലി ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ബലൂണ് മാറ്റിയിട്ട് നീലിയുടെ കയ്യിലുള്ള ഗ്യാസ് നിറച്ച ബലൂണ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ആ കുട്ടി ആ ബലൂണ് ജനനിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ആ ബലൂണ് കാണുന്ന ജനനിക്ക് വീരാട്ടിന് ജനനിയോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന ജനനി സന്തോഷത്തോടു കൂടി ബലൂണിനെ മുഖത്ത് ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന നീലി തീപ്പെട്ടി കത്തിച്ചും ബലൂണിന് നേരെ എറിയുകയാണ്. ഇതെല്ലാം മാറി നിന്ന് ശർബയും കാണുന്നുണ്ട്. തുടർന്ന് ബലൂൺ പൊട്ടുകയും ജനനിയുടെ മുഖത്തിന്റെ പകുതി കത്തുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നീലിയും ശർബയും. ജനനിയുടെ നിലവിളി കേൾക്കുന്ന വീരാട്ട് ജനനിയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്. ജനനി പൊള്ളൽ കാരണം അലറി വിളിച്ച് കരയുകയാണ്. വീരാട്ട് ജനനിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വീരാട്ടിന് ജനനിയെ രക്ഷപ്പെടുത്താൻ കഴിയുമോ, ദേവനാഗൻ ജനനിയെ രക്ഷപ്പെടുത്താൻ ഹോസ്പിറ്റലിൽ വരുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്